മതി ആ ഒരു കുടുംബം തകരാൻ എന്നുള്ളത് കാണുന്ന എല്ലാവർക്കും അറിയാം. സോ നായിക എന്ത് ചെയ്യുന്നു, അതായത് ഭാര്യ എന്ത് ചെയ്യുന്നു, റാഷി ഖന്നയുടെ ക്യാരക്ടർ ഈ ഒരു നായകൻ ഗിഫ്റ്റ് കൊടുത്ത കാറിൽ തന്നെ ചെന്നിറങ്ങി ഡൈവേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പോകുന്നു. അവിടെ തന്നെ നായകൻ്റെ പദ്ധതിയെല്ലാം തകരുന്നു. അതിൻ്റെ കൂടെ തന്നെ പിന്നെ അങ്ങോട്ട് ഊബറോ ഓട്ടോയോ അല്ലെങ്കിൽ സ്വന്തം കാറോ വിളിച്ച് പോകുമെന്ന് വിചാരിച്ചാൽ തെറ്റി. കാരണം റാഷി ഖന്ന ആ ഒരു നായകൻ മേടിച്ചു കൊടുത്ത ആ ഒരു വണ്ടിയിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത് മാസ് കാണിച്ചിട്ട്. സോ അതാണ് റാഷി ഖന്നയുടെ ക്യാരക്ടർ. പിന്നെ അങ്ങോട്ട് ശ്രീനിധി ഷെട്ടിയുടെയും ആ ഒരു സിദ്ധുവിൻ്റെയും ആ ഒരു റൊമാൻറ്റിക്കൽ സ്റ്റോറിയിൽ നടന്ന സംഭവം എന്താണെന്നാണ് കാണിക്കുന്നത്. ഇത് ശ്രീനിധി ഷെട്ടിയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് ഫാമിലിയോ കിഡ്സോ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇഷ്ടമല്ലെന്ന്. അതിനോട് തന്നെ കുറേ ഹിൻസ് നായകന് കിട്ടുന്നുണ്ട്. ഇത് തേക്കുന്നതിന് പിന്നെ കുറേ ഹിൻസ് കാണുമല്ലോ. സോ ഒരു മെയിൻ ഹിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ശ്രീനിധി ഷെട്ടിയുടെ ക്യാരക്ടർ ഈ ഒരു കൂട്ടുകാരികളുടെ ഒത്തിരിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാണ് ഈ ഒരു സിദ്ധുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനോട് തന്നെ വീട്ടുകാർ പറഞ്ഞിട്ട് ഒരു ചെറുക്കൻ കാണാൻ വരുന്നുണ്ട്, അവനെ എങ്ങനെയും ഒഴിവാക്കണം എന്ന് പറഞ്ഞ് സിദ്ധുവിനോട് പറഞ്ഞിട്ട് ആ ഒരു ചെറുക്കനെ കാണാൻ ഇറങ്ങുമ്പോൾ ആ ഒരു ചെറുക്കൻ്റെ ഫോൺ വരുന്നു. അങ്ങനെ ആ ഒരാളുടെ ഫോൺ വരുമ്പോഴത്തേക്കും വളരെ അടുപ്പമുള്ള ഒരാളോട് എന്ന പോലെയാണ് ഈ ഒരു ശ്രീനിധി ഷെട്ടി സംസാരിക്കുന്നത്. സോ ആ ഒരു കഫേയിൽ പോകുമ്പോൾ അതൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. സോ അങ്ങനെ കുറേ ഹിൻസ് സിദ്ധുവിന് കിട്ടുന്നു. പിന്നെ അങ്ങോട്ട് സിദ്ധു ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു വ്യക്തമായ ഉത്തരം തരുന്നില്ല. പിന്നെ അപ്പോഴാണ് നായിക കുറച്ച് കഴിയുമ്പോൾ പ്രഗ്നൻ്റ് ആവുന്നത്. അതായത് ഈ ഒരു ശ്രീനിധി ഷെട്ടിയുടെ ക്യാരക്ടർ പ്രഗ്നൻ്റ് ആവുന്നു. സോ അവിടെ നായകൻ ഇത് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു നായിക ആ ഒരു ശ്രീനിധി ഷെട്ടിയുടെ ക്യാരക്ടർ അത് അബോട്ട് ചെയ്തിട്ടുണ്ട്. സോ നായകൻ ഇമോഷണലി ഹേർട്ട് ആവുന്നു. കാരണം നായകൻ ഒരു ഫ്യൂച്ചർ വരെ കളഞ്ഞിട്ടാണ് ഈ ഒരു ശ്രീനിധി ഷെട്ടിയുടെ പുറകെ നിൽക്കുന്നത്. സോ അങ്ങനെ തനിക്കൊരു വാല്യൂ ഇല്ല അങ്ങനെയുള്ളൊരു സംഭവം തോന്നിക്കഴിയുമ്പോൾ അതുകൊണ്ടാണ് നായകൻ ആദ്യം പറഞ്ഞ ആ ഒരു ഡ്രാസ്റ്റിക് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അവസാനത്തെ എങ്ങനെയെങ്കിലും റാഷി ഖന്നയുടെ ക്യാരക്ടറിന് സത്യമൊക്കെ മനസ്സിലാക്കാൻ ആരെങ്കിലും ഒക്കെ വരണം. ഇവിടെ വരുന്നത് ഒരു അമ്മൂമ്മയാണ്. ആദ്യം തന്നെ ഈ ഒരു റാഷി ഖന്നയ്ക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല, പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല എന്ന് പറയുമ്പം തന്നെ ഈ നായകൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും, അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിച്ചു. അതായത് നീ വേണമെങ്കിൽ എനിക്കാണ് കുഴപ്പമെന്ന് വീട്ടിൽ പോയി പറഞ്ഞു, ഐ ഡോണ്ട് കെയർ എന്ന് നായകൻ പറയും. മാസ് കാണിച്ചാണ് പറയുന്നെങ്കിലും അത്രയും നാളും ഭാര്യ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ ഇത് ഭാര്യ അക്ഷരം പ്രതി അങ്ങ് അനുസരിക്കുന്നു. ഭാര്യ വീട്ടിൽ പോയി ഇങ്ങനെ തന്നെ പറയുന്നു. അമ്മൂമ്മയുണ്ട് ഈ സിനിമയിൽ. ആ ഒരു അമ്മൂമ്മ വന്നിട്ട് നീ വെളുത്തുള്ളി കൂടുതൽ ഇടണം, അതുപോലെ തന്നെ പുകയുടെ അടുത്ത് നിൽക്കല്, പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നായകനെ ട്രോളുന്നു. സോ അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു തെലുസ് ഗാഥയുടേത്. അവസാനം ഈ ഒരു പോയിന്റ് എപ്പോഴാണ് ഗുണമുണ്ടാകുന്നത് വെച്ചാൽ റാഷി ഖന്നയുടെ അമ്മൂമ്മ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അമ്മൂമ്മ പോയി പറയും, നിനക്കൊരു പ്രശ്നമുണ്ടായിരുന്നു, കുട്ടികൾ നിനക്കുണ്ടാവില്ലായിരുന്നു, പക്ഷേ നിന്റെ ഭർത്താവ് അത് തൻ്റെ പ്രശ്നമായിട്ട് പ്രൊജക്റ്റ് ചെയ്തു, അദ്ദേഹത്തിന് അതിലൊരു ഈഗോ ഇല്ല. ഇത്രയും നല്ലൊരു ചെറുക്കനെ വേറെ എവിടെ നിന്ന് കിട്ടും? അല്ലെങ്കിലും തമിഴിലും തെലുങ്കിലും സിനിമയിൽ ഈ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ അമ്മൂമ്മയോ അല്ലെങ്കിൽ ഈ ഒരു നായികയുടെ വീട്ടുകാരെ ആരെങ്കിലും ഈ ഒരു നായികയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കണം. കാരണം നായികയ്ക്ക് എപ്പോഴും ബുദ്ധിയില്ലാത്ത ക്യാരക്ടറോ തിരിച്ചറിയാൻ കഴിവില്ലാത്ത ക്യാരക്ടറോ ഒക്കെ ആയിട്ടായിരിക്കും തമിഴിലും തെലുങ്കിലും ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്.